നമസ്കാരം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ റോഡുകൾ ഇപ്പോൾ നവീകരിക്കപ്പെട്ട ശേഷം നഗരത്തിൻ്റെ മുഖച്ഛായ മാറി തുടങ്ങി എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. മിക്കവാറും നഗര റോഡുകൾ ആധുനിക രീതിയിൽ ടാറിംഗ് നടത്തിയ ശേഷം വാഹന ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഇതിലേറ്റവും നീളം കൂടിയ റോഡുകളിലൊന്നായ ആൽത്തറ തൈക്കാട് റോഡിൽ ആൻറ്റി ഗ്ലെയർ സ്ട്രിപ്പുകൾ ഇപ്പോൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ പ്രകാശം അടിക്കാതിരിക്കാനാണ് ആൻറ്റി ഗ്ലെയർ സ്ട്രിപ്പുകൾ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇത് നഗരയാത്രികർക്ക് കാഴ്ച തടസ്സമുണ്ടാക്കും എന്നൊരു എതിരഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. നഗര റോഡുകളുടെ സൗന്ദര്യവൽക്കരണം, സുരക്ഷ എന്നിവ കേരള റോഡ് ഫണ്ട് ബോർഡ് KRFB ആണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ വഴുതയ്ക്കാട് സംസ്ഥാന പോലീസ് ആസ്ഥാനം മുതൽ വിമൻസ് കോളേജ് വരെ ആൻറ്റി ഗ്ലെയർ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പച്ചയും മഞ്ഞയും നിറത്തിലുള്ള സ്ട്രിപ്പുകളാണ് ഡിവൈഡറുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ ഏറ്റവും നീളം കൂടിയ റോഡായ വെള്ളയമ്പലം, ആൽത്തറ, വഴുതയ്ക്കാട്, തൈക്കാട്, ചെന്തിട്ട റോഡ് വികസനം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. നേരത്തെ മാർച്ച് 31 നിർമ്മാണത്തിൻ്റെ അവസാന കാലാവധിയായി നിശ്ചയിച്ചിരുന്നത്. കോഴിക്കോട് നഗരത്തിൽ ആൻറ്റി ഗ്ലെയർ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചത് വിജയകരമായി എന്ന വിലയിരുത്തലിലാണ് തിരുവനന്തപുരത്തും ഇത് സ്ഥാപിച്ചു തുടങ്ങിയത്. ഇതിനോടൊപ്പം തിരക്കേറിയ റോഡിൻ്റെ ഇരുവശത്തുമുള്ള മരങ്ങളുടെ ചുവട്ടിൽ ഇരിപ്പിടങ്ങളും തയ്യാറാക്കുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദ നടപ്പാതകൾ, സൈൻ ബോർഡുകൾ, തെരുവുവിളക്കുകൾ, ഇരുവശത്തും ബാരിക്കേഡുകൾ എന്നിവയൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ലാൻഡ്സ്കേപ്പിങ്ങും പൂർത്തിയായിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളും കേബിളുകളുമൊക്കെ ഭൂഗർഭ രീതിയിലാക്കിയതോടെ റോഡിനിരുവശത്തും ഒരു ദൃശ്യഭംഗിയും കൈവന്നിട്ടുണ്ട്. 77 കോടിയാണ് 3 കിലോമീറ്റർ വരുന്ന ഈ പദ്ധതിയുടെ ചിലവ്. 2022 ആരംഭിച്ച സ്മാർട്ട് റോഡ് പദ്ധതി നിരവധി പഴി കേൾക്കേണ്ടി വന്ന അവസ്ഥയിലാണ് പുതിയ കരാറുകാരെ കണ്ടെത്തി പല ഘട്ടങ്ങളായി വിഭജിച്ചു നൽകിയത്. ആൽത്തറ തൈക്കാട് റോഡിൽ നഗരത്തിലെ ആദ്യത്തെ സൈക്കിൾ ട്രാക്ക് ഒരുക്കുമെന്നും പറയുന്നുണ്ട്. ആൽത്തറ തൈക്കാട് റോഡിൻ്റെ പൂർത്തീകരണത്തോടെ നഗരത്തിലെ മികച്ച ഗതാഗത സൗകര്യമുള്ള ഒന്നായി ഇവിടെ മാറുകയാണ്. പക്ഷേ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നത് റോഡിനിരുവശത്തുമുള്ള വാഹന പാർക്കിംഗ് ആണ്. കൂടുതൽ മികച്ച ആസൂത്രണത്തോടെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ തയ്യാറാക്കേണ്ട സമയമാണിത്. പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്.